My name is Bibasi Babu. നമ്മളിവിടെ NIOS സിലബസ് ബേസ്ഡ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ലെസൺസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ വി ഹാവ് ടു മാസ്റ്റർ 4 സ്കിൽസ്. 4 സ്കില്ലുകളാണ് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇത് നമ്മൾ ചുരുക്കി LSRW എന്ന് പറയും. ലിസ്ണിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്. അപ്പൊ ഈ 4 സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ ലെസൺസും നോക്കുന്നത്. സോ ഹിയർ നമ്മൾ ഒരു ലെസൺ എടുക്കും, അതിൽ ചെറിയൊരു റീഡ് പോർഷൻ ഉണ്ടാവും. വിൽ റീഡ് ദാറ്റ്, വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനായിട്ട് ഒരു പോർഷൻ ഉണ്ടാവും, പിന്നെ കുറച്ച് ഗ്രാമർ പോർഷൻ ഉണ്ടാവും. ഇതുവഴിയൊക്കെ നമ്മുടെ ബേസിക് സ്കിൽസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നത്. സോ ഫസ്റ്റ് ലെസൺ മൈ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ സുനിൽ ഗവാസ്കറിന്റെ ഒക്കെ ഒരു ഇമേജ് ഉണ്ട്. സുനിൽ ഗവാസ്കർ ഒരു ഫേമസ് ക്രിക്കറ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇമേജ് ഇവിടെ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു ലെസണിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒന്ന്, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻ ഓട്ടോബയോഗ്രഫി. എന്താണ് ഒരു ഓട്ടോബയോഗ്രഫി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കി തരും. ഓട്ടോബയോഗ്രഫി എന്താ? ഇറ്റ് ഈസ് എ റിട്ടൺ അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ റിട്ടൺ ബൈ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ഒരു വ്യക്തി അയാളെ കുറിച്ച് തന്നെ എഴുതുന്ന, അയാളുടെ ലൈഫിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് അയാൾ തന്നെ എഴുതുന്ന ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സുനിൽ ഗവാസ്കറിന്റെ ഒരു ഓട്ടോബയോഗ്രഫി നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ ഒരു കുഞ്ഞു പാർട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമർ പോർഷൻ ഉണ്ടാവും, ഒരു റൈറ്റിംഗ് പോർഷൻ ഉണ്ടാവും, പിന്നെ നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് ഒക്കെ പരിചയപ്പെടും. സോ ഫസ്റ്റ് നമുക്ക് ഈ സെക്ഷനിലേക്ക് പോകാം. So we have a written account about സുനിൽ ഗവാസ്കർ, ഓട്ടോബയോഗ്രഫി ആണ്. അപ്പം അതിൽ നിന്നും നമുക്ക് കുറച്ച് വേർഡ്സ് നോക്കാം. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, അതിന്റെ മീനിങ് നോക്കാം. വൊക്കാബുലറി എൻറിച്ച്മെന്റിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. I may never have become a cricketer, and this book would certainly not have been written if an eagle-eyed relation, Mr. Narayan Masurekar, had not come into my life the day I was born, July 10, 1949. നോക്കിക്കേ, ഇവിടെ I എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I may never have become a cricketer എന്നാണ് പറയുന്നത്. സോ ഓട്ടോബയോഗ്രഫി ഒരു വ്യക്തി അയാളെ കുറിച്ച് തന്നെ എഴുതുന്നതായതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ട് ആയിരിക്കും. ഫസ്റ്റ് പേഴ്സൺ ആണ് I. അപ്പം ഞാനൊരു ക്രിക്കറ്റർ ആകില്ലായിരുന്നിരിക്കാം, ഈ ഒരു ബുക്ക് എഴുതപ്പെടില്ലായിരുന്നിരിക്കാം. എങ്ങനെയാണെങ്കിൽ ആൻ ഈഗിൾ ഐഡ് റിലേഷൻ. ഈഗിൾ ഐഡ് ഒരു പ്രയോഗമാണ്, ഒരു യൂസേജ് ആണ്. ഈഗിൾ അറിയാലോ, പരുന്ത്. പരുന്ത് എങ്ങനെയാ പറക്കുന്നേ? ഉയരത്തിൽ പറന്നാലും അതിന് വളരെ സൂക്ഷ്മ ദൃഷ്ടിയാണ് അല്ലെ, എല്ലാം വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം ഈഗിൾ ഐഡ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ടു നോട്ടീസ് സംതിങ്, പെട്ടെന്ന് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നോട്ടീസ് ചെയ്യുന്നതാണ് ഈഗിൾ ഐഡ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ഈഗിൾ ഐഡ് റിലേഷൻ ഉണ്ട്, ഒരു റിലേറ്റീവ് ആണ് മിസ്റ്റർ നാരായൺ മസുരേക്കർ. അപ്പം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നമ്മുടെ നരേറ്റർ, അതായത് സുനിൽ ഗവാസ്കർ ജനിച്ച ദിവസം, എന്നാ ജനിച്ച ജൂലൈ 10, 1949, ജനിച്ച ദിവസം കാണാനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു ക്രിക്കറ്റർ ആകില്ലായിരുന്നു. സോ അവിടെ എന്തോ സംഭവിച്ചു. എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഇറ്റ് സീംസ് ദാറ്റ് നാൻ കാക്ക, as I call him, who had come to see me in hospital on my first day in this world, noticed a little hole near the top of my left earlobe. അപ്പം ഈ നാരായൺ മസുരേക്കറിനെ സുനിൽ ഗവാസ്കർ എന്താ വിളിച്ചിരുന്നേ? നാൻ കാക്ക. അപ്പം നാൻ കാക്ക എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നു. ഫസ്റ്റ് ഡേ, ഞാൻ ജനിച്ച ആദ്യത്തെ ദിവസം എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു. അപ്പൊ അദ്ദേഹം ഒരു കാര്യം നോട്ടീസ് ചെയ്തു. എന്താ നോട്ടീസ് ചെയ്തത്? a little hole near the top of my left earlobe. ലെഫ്റ്റ് ഇയർ, ഇടത്തെ ചെവിയുടെ ഇയർ ലോബിന്റെ മുകളിലായിട്ട് എന്ത് കണ്ടു? ഒരു കുഞ്ഞു ഹോൾ അദ്ദേഹം നോട്ടീസ് ചെയ്തു. The next day he came again and picked up the baby lying on the crib next to my mother. To his utter horror, he discovered that the baby did not have the hole on the left earlobe. അപ്പൊ പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും വന്നു. picked up the baby, അമ്മയുടെ അടുത്ത് കിടന്ന. ക്രിബ് എന്ന് വെച്ചാൽ എന്താണ്? തൊട്ടിൽ. ഇറ്റ്സ് എ ബെഡ്, ചൈൽഡ്സ് ബെഡ്. കുട്ടി കിടക്കുന്ന തൊട്ടിലിൽ കിടക്കുന്ന കുട്ടീനെ എന്ത് ചെയ്തു? അദ്ദേഹം എടുത്തു നോക്കിയപ്പം ടു ഹിസ് അട്ടർ ഹൊറർ, പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് എന്താ കണ്ടേ? അദ്ദേഹം ശ്രദ്ധിച്ചെന്താ? ഇന്നലെ കണ്ട ഹോള് കുട്ടീന്റെ ചെവിയിൽ കാണുന്നില്ല. അപ്പൊ കുട്ടി മാറിയെന്ന് മനസ്സിലായി.
A frantic search of all the cribs in the hospital followed, and I was eventually located sleeping blissfully beside a fisherwoman, totally oblivious of the commotion I had caused. ഫ്രാൻഡിക് എന്ന് പറഞ്ഞാൽ വളരെ പാനിക് ആയിട്ട് ഒരു ഭ്രാന്തമായ ഒരു സെർച്ച് ആയിരുന്നു. ഹോസ്പിറ്റലിലുള്ള എല്ലാ തൊട്ടിലും അരിച്ചു പറക്കാണ് കുട്ടിക്ക് വേണ്ടിയിട്ട്. അവസാനം കുട്ടി എവിടെന്നാ കണ്ടുപിടിച്ചത്? ദി ബേബി വാസ് സ്ലീപ്പിംഗ് ബ്ലിസ്ഫുള്ളി, വളരെ പീസ്ഫുൾ ആയിട്ട് എവിടെ കിടന്ന് ഉറങ്ങാണ്? ഒരു ഫിഷർ വുമന്റെ അടുത്ത് കിടന്ന് ഉറങ്ങാണ്. ടോട്ടലി ഒബ്ലീവിയസ്. ഒബ്ലീവിയസ് എന്ന് പറഞ്ഞാൽ നോട്ട് അവെയർ ഓഫ് എനിത്തിങ് അറൌണ്ട് ഹിം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ, ഒബ്ലീവിയസ് ആയിട്ട്. ഓഫ് ദ കൊമോഷൻ, കൊമോഷൻ എന്ന് പറഞ്ഞാൽ ഈ ബഹളമൊക്കെ അല്ലേ, കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു അവിടെ ഫുള്ള്. മൊത്തം ഇവിടെ നടന്ന ബഹളം ഒന്നും അറിയാതെ വളരെ സമാധാനമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. The mix-up, it appears, followed after the babies had been given their bath. ഈ ഒരു മിക്സപ്പ് എപ്പോഴാ സംഭവിച്ചേ? കുട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതിനു ശേഷമാണ് ഈ ഒരു മിക്സപ്പ് സംഭവിച്ചത്. Providence had helped me to retain my true identity and in the process charted the course of my life. Providence എന്ന് പറഞ്ഞാല് പ്രൊട്ടക്റ്റീവ് കെയർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്താ സംഭവിച്ചത്? ഐ കുഡ് റീറ്റെയിൻ മൈ ഐഡന്റിറ്റി. റീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഒന്നിനെ നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് ഒരു കണ്ടിന്യൂ, അത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ എന്റെ ഐഡന്റിറ്റി, ട്രൂ ഐഡന്റിറ്റി എനിക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റി. ആൻഡ് ഇൻ ദ പ്രോസസ് ചാർട്ടർ ദ കോഴ്സ് ഓഫ് മൈ ലൈഫ്. ചാർട്ടർ മീൻസ് അതോറിറ്റി ആണ്. എന്റെ ലൈഫിന്റെ അതോറിറ്റി എനിക്ക് തന്നെ തിരിച്ചു കിട്ടി എന്ന് പറയണം. I have often wondered what would have happened if nature had not marked me out and given me my guard by giving me that small hole on my left earlobe. അപ്പൊ ഞാൻ ഇപ്പോഴും ആശ്ചര്യത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? പ്രകൃതി എന്നെ മാർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ, എനിക്ക് ഈ ഒരു കുഞ്ഞു ഹോൾ എന്റെ ചെവിയിലെ തന്നെ എന്നെ ഗാർഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആൻഡ് ഇഫ് നാൻ കാക്ക ഹാഡ് നോട്ട് നോട്ടീസ്ഡ് ദിസ് അബ്നോർമാലിറ്റി. അതുപോലെ തന്നാ മാത്രം പോരല്ലോ, ഞാൻ കാക്ക വന്നിട്ട് ഈ ഒരു അബ്നോർമാലിറ്റി, അബ്നോർമൽ എന്ന് വെച്ചാൽ എന്താ? നോർമൽ അല്ലാത്തത്. സാധാരണ ഒരു കുഞ്ഞിന്റെ ചെവിയിലെ ഹോൾ എന്നൊക്കെ പറയുന്നത് നോർമൽ അല്ലല്ലോ. അപ്പൊ ഈ അബ്നോർമാലിറ്റി ഞാൻ കാക്ക നോട്ടീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. Perhaps I would have grown up to be an obscure fisherman toiling somewhere along the west coast. ചിലപ്പോ ഞാൻ എന്തായി വളർന്നേനെ? ഒരു ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ നോട്ട് നോൺ, ആൾക്കാരൊന്നും അറിയാതെ ഒരു ഫിഷർമാൻ ആയിട്ട് വളർന്നേനെ. ടോയിലിംഗ് സംവെയർ അലോങ് ദ വെസ്റ്റ് കോസ്റ്റ്. ടോയിലിംഗ് മീൻസ് ഹാർഡ് വർക്കിംഗ്. ആ വെസ്റ്റ് കോസ്റ്റിൽ എവിടെയെങ്കിലും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫിഷർമാൻ ആയിട്ട് ഞാൻ വളർന്നു വന്നേനെ. ആൻഡ് വാട്ട് അബൌട്ട് ദ ബേബി ഹൂ ഫോർ എ സ്പെൽ ടുക്ക് മൈ പ്ലേസ്. മറ്റു കുട്ടി, ആ കുട്ടിയോ? ഫോർ എ സ്പെൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഓഫ് ടൈമിൽ എന്റെ സ്ഥലത്ത് വന്ന ആ കുട്ടിയുടെ അവസ്ഥയാണെങ്കിലോ? ഐ ഡു നോട്ട് നോ ഇഫ് ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ് ഓർ വെദർ ഹി വിൽ ഈവൻ റീഡ് ദിസ് ബുക്ക്. എനിക്കറിയില്ല ആ കുട്ടിക്ക് ക്രിക്കറ്റിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിരുന്നോ എന്ന്. അതേപോലെ തന്നെ ഈ ബുക്ക് ആ കുട്ടി വായിക്കുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. I can only hope that if he does, he will start taking a little more serious interest in സുനിൽ ഗവാസ്കർ. എനിക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എന്താ? ഇനി ആ കുട്ടി ഇത് വായിക്കുന്നുണ്ടെങ്കിൽ സുനിൽ ഗവാസ്കർ എന്നുള്ള വ്യക്തിയിൽ ആ കുട്ടി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ടാവും. ഇത്രയാണ് ഫസ്റ്റ് സെക്ഷൻ നമുക്കുള്ളത്. ഇനി ഇതിന്റെ കുറച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. When was Sunil Gavaskar born? സുനിൽ ഗവാസ്കർ എന്നാ ജനിച്ചേ? July 10, 1949 അല്ലേ? What did Sunil's uncle Mr. Narayan Masurekar notice when he came to see the baby in the hospital? എന്താ നോട്ടീസ് ചെയ്തത്? He noticed a little hole near the top of the baby's left earlobe. ഈസി അല്ലേ? പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമല്ലേ? What was the horrible thing that happened the next day? നെക്സ്റ്റ് ഡേ ഞാൻ കാക്ക വന്നപ്പോ എന്താ കണ്ടേ? The next day when he came, he discovered that the baby did not have the hole on the left earlobe. അപ്പൊ കുട്ടി മിക്സപ്പ് ആയി എന്നവർക്ക് മനസ്സിലായി. Where was the missing child found? എവിടെന്നാ കണ്ടുപിടിച്ചേ? The baby was sleeping blissfully beside a fisher woman. If Nan Kaka had not noticed the hole on his ear, where would he be living? എവിടെയായിരിക്കും ജീവിക്കാൻ നാൻ കാക്ക ഹോൾ കണ്ടില്ലായിരുന്നെങ്കിൽ? He would have grown up as an obscure fisherman toiling somewhere along the west coast. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി കുറച്ച് വേർഡ്സ് നോക്കാം. ഇവിടെ നമുക്ക് പാസേജിൽ നിന്നും വേർഡ്സ് കണ്ടുപിടിക്കുക, ഈ മീനിങ് വരുന്ന വേർഡ്സ്. ലുക്ക് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് നോട്ടീസിങ് സ്മോൾ ഡീറ്റെയിൽസ്. എന്തായിരുന്നു? ഈഗിൾ ഐഡ്. അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്, ഒബ്ലീവിയസ്. അൺനോൺ, നോർ വിൽ ബി നോൺ, അറിയാത്തൊരാളായിട്ട് വളർന്നേനെ, ഒബ്സ്ക്യൂർ. A short period, a spell. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ പാസേജ് വായിച്ചു, ക്വസ്റ്റ്യൻസ് നോക്കി.
ഇവിടെ കുറച്ച് വേർഡ്സ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ മീനിങ് വരുന്ന വേർഡ്സ് നോക്കി. സോ ദ ആൻസേഴ്സ് ഈസ് അവൈലബിൾ ഇൻ ദ ടെക്സ്റ്റ്. നിങ്ങളുടെ മെറ്റീരിയലിൽ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആൻസേഴ്സ് കാണാൻ പറ്റും. സോ അതാണ് ഫസ്റ്റ് സെക്ഷൻ. ഇനി നമുക്ക് മറ്റൊരു സെക്ഷൻ ഉണ്ട്. സെക്കൻഡ് സെക്ഷനിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൗ ഡിഡ് സുനിൽ ബിഗിൻ പ്ലേയിങ് ക്രിക്കറ്റ്? ഹു ഹെൽപ്ഡ് ടു ഡെവലപ്പ് ഹിസ് ടാലന്റ് ആസ് എ ക്രിക്കറ്റർ? ലെറ്റ്സ് റീഡ് ഓൾ. അപ്പൊ നമ്മൾ ഇത്രയും നേരം വായിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. സുനിൽ എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്, അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളിക്കാൻ ഒരു ടാലന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിനെ ഹെൽപ്പ് ചെയ്തതും ആരാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. My most vivid recollection of my childhood cricket playing days is the time I almost broke my mother's nose. നോക്കിക്കേ, അപ്പം അദ്ദേഹത്തിന്റെ റിക്കളക്ഷൻ പറയാം, വളരെ ക്ലിയർ ആയിട്ടുള്ള റിക്കളക്ഷൻ. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോൾ ക്രിക്കറ്റ് കളി തുടങ്ങിയ സമയം എന്ന് പറയുന്നത് അമ്മയുടെ മൂക്ക് നോസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. എങ്ങനെ സംഭവിച്ചെന്ന് നോക്കാം. She used to bowl to me in the small gallery of our house where we played our daily match with a tennis ball. അപ്പൊ അമ്മ എന്താ ചെയ്യുന്നേ? ബൗൾ ചെയ്യും, ബൗൾ ചെയ്യും. അവർക്കൊരു കുഞ്ഞു ഗാലറി ഉണ്ട് വീട്ടിൽ. കുഞ്ഞൊരു ഗാലറിയിൽ അവർ എന്നും അവരുടെ ഡെയിലി മാച്ച് നടക്കും. അപ്പൊ അമ്മയും മോനും കൂടെയാണ് എന്നും കളിക്കുന്നത്. ടെന്നീസ് ബോൾ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ബൗൾ ചെയ്ത് കൊടുക്കും. Since the area was small, she would kneel to bowl or rather lob the ball to me. അപ്പൊ അവരുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു സ്ഥലമായതുകൊണ്ട് തന്നെ സ്ഥലം വളരെ കുറവാ, കുഞ്ഞ ഏരിയ വാസ് സ്മോൾ. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ഒന്നുകിൽ നീൽ ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? മുട്ടുകുത്തിയിരിക്കും. അപ്പൊ നീൽ ചെയ്തിട്ടായിരിക്കും ഒന്നുകിൽ ബൗൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോബ് എന്ന് പറയുന്നത് ഒരു ഹൈ ആർക്കിൽ എറിയുക. ഇങ്ങനെ വലിയൊരു കേവ് കണക്ക് വരും. അപ്പം അല്ലെങ്കിൽ ആ ഒരു ബോൾ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഹൈ ആർക്കിൽ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. I hit one straight back and caught her bang on the nose, which started bleeding. അപ്പം ഈ എറിഞ്ഞ ബോൾ എന്ത് ചെയ്തു? ഞാൻ നല്ലൊരു അടി വെച്ചു കൊടുത്തു. ഹിറ്റ് വൺ സ്ട്രൈറ്റ് ബാക്ക്. എന്നിട്ട് എന്താ ചെയ്തത്? കോട്ട് ഹർ ബാങ് ഓൺ ദ നോസ്. ബോൾ ചെന്ന് നേരെ എവിടെ ഇടിച്ചേ? അമ്മയുടെ നോസിൽ ചെന്നിട്ടാണ് ബാങ് ചെയ്തത്, ചെന്ന് ഇടിച്ചത്. വിച്ച് സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. അപ്പൊ ഈ ബോൾ ചെന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ദ നോസ് സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. Although it was a tennis ball, the distance between the two of us was very short, which accounts for the force with which the ball hit her. അപ്പം ടെന്നീസ് ബോൾ ആണെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? വളരെ ചെറുതാ. ഇറ്റ്സ് വെരി സ്മോൾ ഏരിയ അല്ലേ? അപ്പം അവർ രണ്ടുപേരും നിൽക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാ. അതുകൊണ്ട് തന്നെ ഈ ബോൾ ചെന്ന് ഇടിച്ച ഫോഴ്സ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും അല്ലേ? സോ അക്കൗണ്ട് ഫോർ ദ ഫോഴ്സ് വിത്ത് വിച്ച് ദ ബോൾ ഹിറ്റ് ഹർ. I was frightened, but she shrugged it off, washed her face, and as the bleeding stopped, we continued the game. I was frightened എന്ന് വെച്ചാൽ പേടിക്കുക, ഞാൻ പേടിച്ചു. ബട്ട് ഷീ ഷ്രഗ്ഡ് ഇറ്റ് ഓഫ്. ഷ്രഗ് എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് സംതിങ്. ഇങ്ങനെ നമ്മൾ തോളൊക്കെ ആക്കി ഇങ്ങനെ പറയില്ലേ, ഷോൾഡർ ഇങ്ങനെ അപ്പ് ചെയ്ത് ഒന്നുമില്ല, കുഴപ്പമില്ല, പോയി, കുഴപ്പമൊന്നുമില്ല എന്ന് ഷ്രഗ് ഇറ്റ് ഓഫ്. അങ്ങനെ ഷ്രഗ് ചെയ്ത് വിട്ടിട്ട് വാഷ്ഡ് ഹർ ഫേസ്, മുഖമൊക്കെ കഴുകിയിട്ട് അപ്പം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ദേ സ്റ്റാർട്ടഡ് ദ ഗെയിം, കണ്ടിന്യൂ ചെയ്തു ഗെയിം. ബട്ട് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഇറ്റ് വാസ് ഓൺലി ഫോർവേഡ് ഡിഫൻസ് ഫോർ മീ. അപ്പം എന്താ പിന്നെ ബാക്കി റെസ്റ്റ് ഓഫ് ദ ഡേ പേടിച്ചു പോയി അല്ലേ അമ്മയുടെ മുഖത്ത് ചെന്ന് ഇടിച്ചപ്പം. അതുകൊണ്ട് ഫോർവേഡ് ഡിഫൻസ് മാത്രമേ, പ്രൊട്ടക്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഡിഫൻസ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റഡ് രീതിയിൽ കളിക്കുക, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാത്രമേ കളിച്ചുള്ളൂ. ഐ റിസ്ട്രെയിൻഡ് മൈസെൽഫ് ആൻഡ് പ്ലേഡ് നോ അറ്റാക്കിംഗ് ഷോട്ട്സ്. റിസ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക. ഐ കൺട്രോൾഡ് മൈസെൽഫ്. എന്നിട്ട് ഒരു അറ്റാക്കിംഗ് ഷോട്ട്സ് ഒന്നും ഇല്ലാതെ വളരെ ഡിഫൻസ് ഷോട്ട്സ് മാത്രമേ ഞാൻ എന്ത് ചെയ്തുള്ളൂ? പിന്നെ അങ്ങോട്ട് കളിച്ചുള്ളൂ. ക്രിക്കറ്റ്, ടു യൂസ് എ ക്ലീഷേ, ഇസ് ഇൻ മൈ ബ്ലഡ്. ക്ലീശയാണ്. ക്ലീശ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എന്റെ ബ്ലഡിലാണുള്ളത് എന്ന് എനിക്ക് പറയാം. മൈ ഫാദർ വാസ് എ ഗുഡ് ക്ലബ് ക്രിക്കറ്റർ ഇൻ ഹിസ് ഡേയ്സ് ആൻഡ് എ കീൻ സ്റ്റുഡന്റ് ഓഫ് ദ ഗെയിം. അച്ഛനാണെങ്കിൽ പണ്ട് എന്തായിരുന്നു? ഒരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു. അവരുടെ ക്ലബിലെ നല്ലൊരു ക്രിക്കറ്റർ ആയിരുന്നു. ആൻഡ് എ കീൻ സ്റ്റുഡന്റ്. കീൻ എന്ന് വെച്ചാൽ എന്താ? വളരെ ഈഗർ ആയിട്ട്, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് പോയിരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന വളരെ കീൻ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. Even now, we have interesting discussions on various aspects of the game. ഇപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗെയിമിന്റെ പല ആസ്പെക്ട്സിനെ കുറിച്ച് ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് ഐ ഹാവ് ഫൗണ്ട് ഹിസ് അഡ്വൈസ് ഇൻവാല്യുബിൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മൈ കരിയർ. എന്നിട്ട് അദ്ദേഹത്തിന്റെ പല ഉപദേശങ്ങളും അഡ്വൈസും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ കരിയറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇൻവാല്യുബിൾ ആയിരുന്നു. ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസ് ആണ് അദ്ദേഹം എനിക്ക് തന്നിരുന്നത്. ആൻഡ് ആസ് ഐ ഹാവ് ഓൾറെഡി സെഡ്, I have had the privilege of having a cricketing mother who helped me to take the first steps in the game I had come to love. അതേപോലെ തന്നെ
നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രിവിലേജ് എന്താ? ക്രിക്കറ്റിംഗ് മദർ. അമ്മയ്ക്കും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തതൊക്കെ. അപ്പം സുനിൽ ഗവാസ്കറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ചാപ്റ്ററിന്റെ പേര് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ആരാണ്? ഹിസ് മദർ. മൈ അങ്കിൾ മാധവ് മന്ത്രി, who played for cricket in 4 official tests, though not very successfully, was a force of reckon with his first class games. ഇനി മറ്റൊരു ഹെൽപ്പ് ചെയ്ത മറ്റൊരു വ്യക്തി ആരാണ്? സുനിൽ ഗവാസ്കറിന്റെ അങ്കിളാണ്. അങ്കിളിന്റെ പേരെന്താ? മാധവ് മന്ത്രി. മാധവ് മന്ത്രി 4 ഒഫീഷ്യൽ ടെസ്റ്റ് കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര വലിയ സക്സസ്ഫുൾ ഒന്നും അല്ല. എന്നാൽ പോലും വാസ് എ ഫോഴ്സ് ടു റെക്കൺ. റെക്കൺ മീൻസ് ടു തിങ്ക് ഓർ ടു സപ്പോസ്. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഫോഴ്സ് ചെയ്ത, എന്നെ അതിനുവേണ്ടി ചിന്തിപ്പിച്ച മറ്റൊരു വ്യക്തിയാണ് എന്റെ അങ്കിൾ. Whenever I went to my uncle's house, my favorite pastime used to be to take out his pullovers and caress them with a sense of longing. അപ്പൊ എപ്പോഴൊക്കെ അങ്കിളിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഏറ്റവും സമയം കൊല്ലുക, പാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ സമയം കൊല്ലുക, അങ്ങനെ സമയം കൊല്ലുന്ന എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അങ്കിളിന്റെ പുള്ളോവർ ഒക്കെ എടുത്തിട്ട്, ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ കരസ് ചെയ്യാനായിട്ട് ഇങ്ങനെ തലോടുക, സ്ട്രോക്ക് ജെന്റ്ലി, അങ്ങനെ വളരെ തലോടിക്കൊണ്ട് ഞാൻ അതിനിങ്ങനെ ഒരു സെൻസ് ഓഫ് ലോങ്ങിങ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. I was so attracted by the India test pullovers that once I even dared to ask him if I could take one since he had so many. അപ്പം ഈ ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് കളിയുടെ പുള്ളോവറുമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആയിരുന്നു. അപ്പം ഇവര് ഡെയർ ചെയ്യാന്ന് വെച്ചാൽ കറേജ്, നീ അദ്ദേഹത്തിനോട് ചോദിക്കണം. അപ്പൊ ഡെയർ ചെയ്യാന്ന് വെച്ചാൽ ടു ആസ്ക് സംതിങ്, വളരെ കറേജിയസ് ആയിട്ട് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, ഐ ഈവൻ ഡയർ ടു ആസ്ക് ഹിം, എന്താ, ഇഫ് ഐ കുഡ് ടേക്ക് വൺ, ഒരെണ്ണം ഞാൻ എടുത്തോട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് പുള്ളോവേഴ്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം വരെ ഞാൻ കാണിച്ചു. told me that one has to sweat and earn the India colors and I too should work hard to earn the distinction. അപ്പൊ അങ്കിൾ എന്താ പറഞ്ഞത്? ഒരാള് one has to sweat and earn. സ്വെറ്റ് ചെയ്യാന്ന് വെച്ചാൽ വിയർക്കുക എന്ന് വെച്ചാൽ വിയർക്കുക എന്നല്ല, അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇന്ത്യയുടെ കളേഴ്സ് കിട്ടും. അതായത് പുള്ളോവർ, അതായത് ഇന്ത്യയുടെ കളേഴ്സ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്. എന്നിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമേ ഈ ഡിസ്റ്റിങ്ഷൻ ഏൺ ചെയ്യാൻ പറ്റൂ. ദിസ് ഈസ് എ ലെസൺ ഐ ഹാവ് നെവർ ഫോർഗോട്ടൺ. ഞാൻ എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു പാഠമാണിത്. Looking back, I am glad that my uncle did not succumb to my childish fancy and instead taught me that there was no shortcut to the top. അപ്പം succumb means fail to resist. അപ്പം നമ്മള് ആരെങ്കിലും കുട്ടികളൊക്കെ വന്നിങ്ങനെ ഭയങ്കര എന്തെങ്കിലും വെച്ചാൽ ഞാനത് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? ചെയ്തോ എന്ന് പറയാം അല്ലെ? നമ്മൾ കുട്ടികൾ പറയും, നമ്മൾ ഗിവ് ഇൻ ചെയ്യും. പക്ഷെ അങ്കിൾ എന്താ ചെയ്തത്? അങ്കിൾ ഹി ഡിഡ് നോട്ട് സക്കം ടു മൈ ചൈൽഡിഷ് ഫാൻസി. എന്റെ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഫാൻസി ഒന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല? ഗിവിൻ പോയി ഞാൻ ചെന്നിങ്ങനെ ചോദിച്ചിട്ടൊന്നും അദ്ദേഹം ഗിവിൻ ചെയ്തില്ല. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, എന്താ, നീ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നീ സ്വന്തമാക്കി എടുക്കുക ഇന്ത്യ കളേഴ്സ്. ഓക്കെ, അപ്പം ഇപ്പൊ ഞാനത് ആലോചിക്കുമ്പോൾ ഐ ആം ഹാപ്പി ദാറ്റ് അങ്കിൾ സെഡ് സോ. ഒരു ഷോർട്ട് കട്ടും ഇല്ല, ടോപ്പിൽ എത്താൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല, മറിച്ച് യു ഹാവ് ടു വർക്ക് ഹാർഡ് എന്ന് അങ്കിൾ എന്നെ പഠിപ്പിച്ചു. ഐ വാസ് ഓൾസോ ഫാസിനേറ്റഡ് ബൈ ദ മെനി സോവനിയേഴ്സ് ഹി ഹാഡ് ആൻഡ് ദ ലാർജ് നമ്പർ ഓഫ് ട്രോഫീസ് ഹി ഹാഡ് വൺ. എനിക്ക് മറ്റൊരു ഫാസിനേഷൻ മീൻസ് ഇൻട്രസ്റ്റ്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റഡ് ആയുള്ള കാര്യം, അദ്ദേഹത്തിന് ഒരുപാട് സൊവനിയേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ട്രോഫീസ് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുന്നതും എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. What I liked most was the stump bearing the autograph of the 1952 India and England teams, and I loved to linger over the autograph of every player. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യം എന്താണ്? സ്റ്റംപ് ബെയറിംഗ് ദി ഓട്ടോഗ്രാഫ്. സ്റ്റംപ് ഉണ്ടല്ലോ, ക്രിക്കറ്റ് സ്റ്റംപ്, 1952 ഇന്ത്യ ഇംഗ്ലണ്ട് കളിയിലെ ആ സ്റ്റംപ് എല്ലാവരും ഓട്ടോഗ്രാഫ് ചെയ്ത് എല്ലാവരും സൈൻ ചെയ്ത ആ സ്റ്റംപ് ആയിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. ആൻഡ് ഐ വുഡ് ടു ലിങ്കർ ഓവർ ദ ഓട്ടോഗ്രാഫ് ഓഫ് എവറി പ്ലെയർ. എല്ലാ കളിക്കാരുടെയും പേരിങ്ങനെ ഓട്ടോഗ്രാഫ് ഉണ്ടാവുമല്ലോ, പേര് സൈൻ ചെയ്തത്, അതിങ്ങനെ അതിൽ ലിങ്കർ ചെയ്യുക, അത് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എന്റെ മറ്റൊരു ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. Right from the beginning, I wanted to become a batsman and hated losing my wicket. അപ്പൊ തുടക്കം തൊട്ടേ എനിക്ക് എന്താണ്? എനിക്കൊരു ബാറ്റ്സ്മാൻ ആവാനായിരുന്നു എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ എനിക്ക് വിക്കറ്റ് പോകുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. This became such an obsession with me that if the rest of the boys ever got me out, I would fight and eventually walk home with the bat and the ball.
അപ്പോ കുട്ടിക്കാലം തൊട്ടേ എനിക്കൊരു ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സേഷൻ എന്ന് പറഞ്ഞില്ല, ടൂ മച്ച് ഫിക്സേറ്റിംഗ് ഓൺ സംതിങ്. അപ്പൊ അങ്ങനെ ഒരു ഒബ്സഷൻ എനിക്ക് ഉണ്ടായിരുന്നു. കൂട്ടുകാരുമായിട്ട് കളിക്കുമ്പോൾ എന്താ നടക്കുന്നത്, ഞാനെങ്ങാനും ഔട്ടായാൽ, എനിക്കെങ്ങാനും വിക്കറ്റ് വീണാൽ ഞാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. അവരുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഇവഞ്ച്വലി ഞാൻ എന്ത് ചെയ്യും, ആ ബാറ്റും ബോളും എടുത്തിട്ടൊക്കെ തിരിച്ചെന്റെ വീട്ടിലേക്ക് പോകും. ദിസ് വുഡ് ബ്രിങ് ദ ഗെയിം ടു an abrupt end since nobody else had a bat or ball. അപ്പൊ അവിടെ മറ്റാർക്കും ബാറ്റും ബോളും ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഔട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ പോയിട്ട് എല്ലാം എടുത്ത് ഞാൻ തിരിച്ച് നടന്ന് വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് കളി എന്ത് ചെയ്യും, പെട്ടെന്ന് അവസാനിക്കും. വേറെ ആർക്കും ബാറ്റും ബോളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കളി അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ എൻഡ് ആയിരിക്കും. കളി എന്ത് ചെയ്യും, സഡൻ ആയിട്ട് എൻഡ് ചെയ്യും. The boys cursed and called me names, but the tension did not last long and we gradually got on very well. So generally got on very well. അപ്പം ബോയ്സ് എന്ത് ചെയ്തു, കേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശപിക്കുകയാണ്. ഓ നീ എങ്ങനെ ആയിപ്പോട്ടെ എന്നിങ്ങനെ കേഴ്സ് ചെയ്യും, എന്നിട്ട് തന്നെ പല പല പേരുകൾ ചേർത്ത് വിളിക്കും. പക്ഷെ ഈ ടെൻഷൻ ഒത്തിരി നാളൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ ഇവര് തമ്മിൽ സോൾവ് ആയിട്ട് എല്ലാം സ്റ്റാർട്ടഡ് ഗോയിങ് വെൽ. Among these early comrades with whom I played were the Ambai boys, the Mandrekar boys and several others who made up our team. അപ്പം ഞാൻ ഈ കളിച്ച കൂട്ടുകാർ, കോംറേഡ്സ് എന്ന് വെച്ചാൽ എന്താ, കൂടെയുള്ള ആളുകൾ. സോ ഈ കോംറേഡ്സ്, എന്റെ കൂടെ കളിച്ച ആൾക്കാരൊക്കെ ആരായിരുന്നു, അംബായി ബോയ്സ്, മൺട്രേക്കർ ബോയ്സ് ബ്രദേഴ്സ് ഒക്കെയാണ്. സോ അംബായി ബ്രദേഴ്സ്, മൺട്രേക്കർ ബ്രദേഴ്സ്, ഇവരൊക്കെ പിൻകാലത്ത് എന്ത് ചെയ്തു, ടീമിലേക്ക് കയറിയ മറ്റാൾക്കാരാണ്. Whenever I batted, they would decide beforehand that they would appeal at a particular ball, and whether I was out or not, I had to go by the majority verdict. അപ്പൊ ബിഫോർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി തന്നെ തീരുമാനിച്ചു വെക്കും, ഇന്നൊരു കറക്റ്റ് ബോൾ എത്തുമ്പം ഇവർ അപ്പീൽ വിളിക്കും. അപ്പീൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് റിക്വസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഔട്ടായാലും ശരി ഔട്ട് ആയില്ലെങ്കിലും ശരി, മെജോറിറ്റിയുടെ വെർഡിക്റ്റ് മീൻസ് ജഡ്ജ്മെന്റ്, തീരുമാനം, മെജോറിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഞാനത് അംഗീകരിക്കുക എന്നുള്ള ഒരു തീരുമാനം നേരത്തെ എടുത്തു. We often played matches against teams made up of boys living in the neighboring building, and there was tremendous interest in the trophies as we called them. അപ്പം എന്താ, കൂടെ മാച്ച് ഒക്കെ കളിക്കാറുണ്ട്, ടീംസ് ഉണ്ടാക്കും. അപ്പുറത്തെ വീട്ടിലെ നെയ്ബറിംഗ് ബിൽഡിങ്ങിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യും, കുട്ടികളുമായിട്ട് മാച്ച്, ഒരു ടീംസ് ഒക്കെ സെറ്റ് ചെയ്ത് മാച്ച് കളിക്കും. ട്രമൻഡസ് എന്ന് പറഞ്ഞാല് വെരി ഗ്രേറ്റ് എമൗണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവര് അന്ന് വിളിച്ച ട്രോഫീസ്, സമ്മാനത്തിന് അവർ അവസാനം ജയിക്കുന്ന ടീമിന് കിട്ടുന്ന പ്രൈസ്, ആ ട്രോഫീസ് കിട്ടാൻ, ആ ഒരു ട്രോഫീസ് എന്ന് വിളിച്ചിരുന്നത്, ആ ട്രോഫി കിട്ടാൻ വേണ്ടി അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ദീസ് ട്രോഫീസ് were small white metal cups for which we all contributed and bought for as little as rupees 1.50. 1.5 രൂപ എല്ലാവരും കോൺട്രിബ്യൂഷൻ നടത്തി വാങ്ങിച്ച കുഞ്ഞൊരു വൈറ്റ് മെറ്റൽ കപ്പാണ് ഈ ട്രോഫി. അപ്പൊ ഈ ട്രോഫി കിട്ടാൻ വേണ്ടി എല്ലാവരും ഭയങ്കര വാശിയായിട്ട് കളിക്കുമായിരുന്നു. അപ്പം ഇത് ഇത്രയാണ് സെക്കൻഡ് സെക്ഷനിൽ നമുക്കുള്ളത്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ഹൗ ഡിഡ് ഗവാസ്കർ ബ്രേക്ക് ഹിസ് മദേഴ്സ് നോസ്? എങ്ങനെയായിരുന്നു ബോൾ ചെയ്തല്ലേ, ഒരു സ്ട്രെയിറ്റ് ബോൾ എടുത്തു നേരെ ചെന്ന് അമ്മയുടെ നോസിലാണ് ബാങ്ക് ചെയ്തത്. വാട്ട് ക്വാളിറ്റീസ് ഓഫ് ഹിസ് മദേഴ്സ് ക്യാരക്ടർ ആർ ബ്രോട്ട് ഔട്ട് ത്രൂ ദിസ് പാർട്ട് ഓഫ് എക്സ്ട്രാക്ട്? പിക്ക് 2 words or phrases that best describe her from the words given below. അമ്മയുടെ എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാകുന്നത്? പേഷ്യന്റ്, എൻകറേജിങ്, എക്സലന്റ് ക്രിക്കറ്റർ, ക്ലവർ, വില്ലിംഗ് ടു കോപ്പറേറ്റ്, ഹെൽപ്ഫുൾ. ഇതിലെല്ലാം വരുന്നുണ്ടല്ലേ. ഇത് നമുക്ക് ഏതെങ്കിലും 2 സെലക്ട് ചെയ്യാം. അമ്മ ഒരു എക്സലന്റ് ക്രിക്കറ്റർ ആയിരുന്നു, അമ്മ എൻകറേജിങ് ആയിരുന്നു അല്ലെ. അൺവില്ലിംഗ് ടു കോപ്പറേറ്റ് ആണോ? അല്ലല്ലേ, മദർ വാസ് വില്ലിംഗ് ടു കോപ്പറേറ്റ്. അപ്പൊ അൺവില്ലിംഗ് ടു കോപ്പറേറ്റ് എന്നുള്ളത് തെറ്റുത്തരാണ്. നമുക്ക് ഇവിടെ എൻകറേജിംഗ് എന്നും എക്സലന്റ് ക്രിക്കറ്റർ എന്നും പറയാം. When Gavaskar says cricket is in my blood, he meant that. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ക്രിക്കറ്റ് is in my blood എന്ന് ഗവാസ്കർ പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? He struggles and gives his blood to play cricket. His family has taught him the game. He has inherited interest in the game from his family members. It is a dangerous game. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങൾ കണ്ടുപിടിക്കുക. What did Gavaskar like to do whenever he went to his uncle's house? Why? അങ്കിളിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും ചെയ്യുന്ന എന്താ? What was his favorite pastime? To look into the pullovers. അല്ലെ, pullovers എടുത്തിട്ട് he used to caress them. And why? Because he was interested in cricket. What lesson did his uncle teach him? Uncle എന്താ ചെയ്തിരുന്നത്? Uncle told him that you have to work hard. You have to earn the dedication. അല്ലെ, ഹാർഡ് വർക്കിങ്ങിലൂടെ നിങ്ങളത് നേടിയെടുക്കുക എന്നാണ് അങ്കിള് പഠിപ്പിച്ചത്. There is no shortcut to the top means. ഇതിൽ എന്താ പറയുന്നത്? നമുക്ക് മുകളിൽ എത്താനായിട്ട് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. You can have a high position in life through shortcuts. You must work hard to succeed in life. You can reach the top of the mountain by taking short steps. To succeed in life, you must take big jumps. എന്തായിരിക്കും കറക്റ്റ് ആൻസർ?
അതും കണ്ടുപിടിക്കുക. വളരെ എളുപ്പമാണ്. ഷോർട്ട് കട്ടുകൾ ഇല്ലാതെ മുകളിൽ എത്തുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യുക. ആ മീനിങ് വരുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കൂ. നെക്സ്റ്റ്, വിച്ച് സോവനിയർ ഡിഡ് ഗവാസ്കർ ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഏത് സോവനിയർ ആണ്? ഒരുപാട് സോവനിയേഴ്സ് ഉണ്ടായിരുന്നു അങ്കിളിന്റെ വീട്ടില്. ഏറ്റവും ഇഷ്ടമായതായിരുന്നു 1952 ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ച് സമയത്തുള്ള ഓട്ടോഗ്രാഫ്ഡ് സ്റ്റംസ് അല്ലെ. ഗവാസ്കർ സേസ്, ഐ ഹേറ്റഡ് ലൂസിങ് മൈ വിക്കറ്റ്. What would happen whenever he got out? Wicket lose ചെയ്ത് എന്ത് ചെയ്യും? He used to fight with his friends and he takes the bat and ball and he walked home. How would the other boys react to this? They cursed him അല്ലെ and called him names. What does this behavior show about Gavaskar? എന്തായിരിക്കും ഗവാസ്കർ ഈ ഒരു സ്വഭാവം കൊണ്ട് ഗവാസ്കറിനെ എന്താണ് ഈ ബിഹേവിയർ കാണിക്കുന്നത്? That he was so into cricket and he hated losing his wicket. കുറച്ചും കൂടെ നിങ്ങളുടെ ഒരു സ്വന്തം സെന്റൻസിൽ എന്താണെന്നൊന്ന് നോക്കുക. Find words from the passage which mean the same as. നമുക്ക് 4-5 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പം ഈ മീനിങ് വരുന്ന വേർഡ്സ് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക. ക്ലിയർ. ക്ലിയർ എന്നുള്ള വേർഡ് എന്താണ്? വിവിഡ്. ഓക്കെ. കൺട്രോൾഡ് ഓർ ചെക്ഡ്. കൺട്രോൾഡ്, ഐ കൺട്രോൾഡ് മൈ ബിഹേവിയർ എന്താണ്? റിസ്ട്രെയിൻഡ്. ഓഫ് ഗ്രേറ്റ് വാല്യൂ, ഭയങ്കര വാല്യൂബിൾ ആണെന്ന് പറയാൻ എന്താ ചെയ്യുന്നത്? ഇൻവാല്യൂബിൾ. An object kept as a reminder of an event. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി വെക്കുന്ന ഒരു ഒബ്ജക്ട് നമ്മൾ എന്താ വിളിക്കുന്നത്? സോവനിയർ. A strong feeling, desire or idea. ഭയങ്കര സ്ട്രോങ് ഫീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സഷൻ. അപ്പം ഇത് ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന വേർഡ്സ്. ഇതൊക്കെ നോക്കി വെക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദി വൊക്കാബുലറി എൻറിച്ച്മെന്റ്. സോ നമ്മൾ സുനിൽ ഗവാസ്കറിന്റെ 2 സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് നോക്കി. അതിൽ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഓട്ടോബയോഗ്രഫി എന്താണ് എന്ന് മനസ്സിലാക്കി. കുറച്ച് വേർഡ്സ് നോക്കി, പാസേജ് വായിച്ചു, അതിന്റെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തു. അപ്പം ഇതാണ് ഫസ്റ്റ് ലെസൺ. ഇനി നമുക്ക് അടുത്ത പോർഷനിൽ വൊക്കാബുലറി എൻറിച്ച്മെന്റ് ഉണ്ടാകും. ഇനി അങ്ങോട്ട് ഗ്രാമറും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഗ്രാമർ പോർഷനും അതേപോലെ ഒരു റൈറ്റിംഗ് സെക്ഷനും നമുക്ക് ഉണ്ടാകും, വിച്ച് വിൽ ബി ഡിസ്കസിങ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.